അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെട്ടുകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെട്ടുകേക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലേ, എല്ലാവർക്കും വെട്ടുകേക്ക് നല്ല ഇഷ്ടമാണ്. പണ്ടൊക്കെ ചെറിയ ചെറിയ ചായക്കടയിൽ നിന്ന് വെട്ടുകേക്ക് കഴിക്കുമ്പോൾ അതിനെന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നോ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ബേക്കറി കടകളിലും ചായക്കടകളിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി വെട്ടുകേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെട്ടുകേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റും. അപ്പോൾ ദാ വെട്ടുകേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ മിക്സിന്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് പഞ്ചസാര നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏലക്കായ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ദാ നമ്മളെ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൈദ എടുക്കുമ്പോൾ നല്ലതുപോലെ അരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിൽ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ അരിച്ചിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 ഒരേ അളവിലെടുത്തിട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അതായത് 1 കപ്പ് റവ 1 കപ്പ് മൈദ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വെട്ടുകേക്കിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കളറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ. അങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടി കൂടി ചേരുമ്പോൾ ഒരു ചുമപ്പ് കളറായിട്ടുണ്ടാവുക. നമ്മൾ വെട്ടുകേക്കിൻ്റെ ഉൾഭാഗമൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു ചുമപ്പ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പഞ്ചസാരയും മുട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടില്ലേ, ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള മിക്സ് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുട്ടൻ്റെ മിക്സൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിതിലേക്ക് പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ടാട്ടോ ഞാനിത് കുഴച്ചെടുത്തത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇത് ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ മാവിന്ന് കുറച്ചെടുത്തിട്ട് ഈ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ചെയ്യണത്. കയ്യിൽ കുറച്ച് എണ്ണ കൂടെ തേച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലിട്ടിട്ട് പരത്തിയെടുത്താലും മതി. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിതിങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ വെട്ടുകേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിനെല്ലാം നമുക്ക് വെട്ടിട്ട് കൊടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് വെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ വെട്ടിട്ട് കൊടുക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഒന്ന് ഇവിടെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇത് 6 പീസ് മുഴുവനായിട്ട് ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച പകുതി മാവും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെട്ടിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതാ മുഴുവനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തീ കുറച്ച് വെച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വെട്ടുകേക്കിൻ്റെ കളർ ഏകദേശം എങ്ങനെയായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതേ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുത്താൽ മതി. അങ്ങനെ നമ്മളെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്ര തന്നെ കളറായി തോന്നൂല, പക്ഷേ എനിക്ക് ആ കറക്റ്റ് കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഒരു ബൗളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ടിഷ്യൂ പേപ്പറോ സാധാ പേപ്പറോ കോട്ടൺ തുണിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളും. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെട്ടുകേക്കിൻ്റെ അതേ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുള്ള ആ കളറ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുഴുവൻ പീസ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റോട് കൂടിയുള്ള വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോയിൽ എത്ര തന്നെ തോന്നിയിട്ടില്ലെങ്കിലും നമുക്ക് വെട്ട് കേക്കിൻ്റെ അതേ ഭംഗിയുള്ള ആ കളർ തന്നെയായിട്ട് കിട്ടിയിട്ടുള്ളത്. ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് അത്ര തന്നെ കളർ തോന്നാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.